നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് ജാർഖണ്ഡ്. വോട്ടെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ നേരിട്ടെത്തി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജാർഖണ്ഡിൽ വോട്ടെടുപ്പിന് മുൻപ് തന്നെ മുന്നണികൾ തമ്മിലുള്ള പോർമുഖം തുറന്നു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി മാറ്റങ്ങളിലൂടെയാണ് ജാർഖണ്ഡ് രാഷ്ട്രീയം കടന്നുപോകുന്നത്. ദേശീയ തലത്തിലെ പോരാട്ടങ്ങളുടെ ആവർത്തനം എന്ന പോലെ സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യവും എൻഡിഎയും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇരുമുന്നണികളും തികഞ്ഞ പ്രതീക്ഷയോടെ തന്നെയാണ് ഇക്കുറി തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുന്നത്. ഹേമന്ത് സോറൻ നയിക്കുന്ന JMM തന്നെയാണ് സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന പ്രധാന കക്ഷി. ജയിൽ മോചിതനായി എത്തിയ ഹേമന്ത് സോറന്റെ കരുത്ത് കുറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്കൊപ്പം കോൺഗ്രസ്, RJD, CPI, ML എന്നിവർ മുന്നണിയുടെ ഭാഗമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന നേട്ടമാണ് അവർ സ്വന്തമാക്കിയത്. 5 സീറ്റുകളാണ് അവർ സംസ്ഥാനത്ത് നിന്ന് നേടിയത്. ഇതേ മികവ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമോ എന്നാണ് ഇന്ത്യ സഖ്യം ഉറ്റുനോക്കുന്നത്. എന്നാൽ അതിന് തടസ്സമായി നിൽക്കുന്നത് BJP ഉൾപ്പെടുന്ന NDAയിലെ കക്ഷികൾ തന്നെയാണ്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി കൂടുതൽ നേതാക്കളെ പാളയത്തിലേക്ക് എത്തിച്ച് ജാർഖണ്ഡിൽ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാനുള്ള അവരുടെ ശ്രമം നാം മുൻപ് കണ്ടതാണ്. അതിലൊന്നായിരുന്നു ചമ്പായി സോറന്റെ കൂടുമാറ്റം. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് BJP ഇക്കുറി JMMലെ മുതിർന്ന നേതാവും ഇടക്കാലത്ത് ഹേമന്ത് സോറന്റെ അഭാവത്തിൽ മുഖ്യമന്ത്രി പദവി വഹിക്കുകയും ചെയ്തിരുന്ന ചമ്പായി സോറനെ പാർട്ടിയിലേക്ക് എത്തിച്ചത്. ഇത് JMMന് വലിയ രീതിയിൽ തിരിച്ചടിയാവുമെന്ന് BJPക്ക് ഉറപ്പായിരുന്നു. ചമ്പായി സോറന്റെ സ്വാധീനം വോട്ടായാൽ ഉറപ്പായും സംസ്ഥാനത്ത് ഭരണം പിടിക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ ചില വെല്ലുവിളികളും സോറനെയും കൂട്ടരെയും കാത്തിരിക്കുകയാണ്. പ്രധാനമായി സോറന്റെ വരവോടെ BJP ഉന്നമിട്ടത് ജാർഖണ്ഡിലെ വലിയ രീതിയിലുള്ള ട്രൈബൽ വോട്ടുകളെ പെട്ടിയിലാക്കുക എന്നതാണ്. ചമ്പായി സോറൻ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ വെച്ച് പുലർത്തുന്ന അടുപ്പം അദ്ദേഹത്തിന്റെ സ്വീകാര്യതയൊക്കെയും ഗുണമാവുമെന്നാണ് അവർ കരുതുന്നത്. ജാർഖണ്ഡിലെ വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ആദിവാസി വിഭാഗങ്ങളുടെ വോട്ട് വിഹിതം. ഇത് വറുതിയിലാക്കി എന്ന് ആശ്വസിക്കുമ്പോഴും സോറന്റെ വരവ് ഒരു തരത്തിൽ ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തെ വീഴ്ത്തി ഭരണം പിടിച്ചെടുത്താൽ മുഖ്യമന്ത്രി പദത്തിലെ അവകാശവാദത്തിന് ആളുകളുടെ എണ്ണം ഉയരുകയാണ്. നിലവിൽ ചമ്പായി സോറൻ അടക്കം 4 മുൻ മുഖ്യമന്ത്രിമാരാണ് പാർട്ടിക്കൊപ്പമുള്ളത്. ബാബുലാൽ മരണ്ടി, മധു ഖോഡ, അർജുൻ മുണ്ട എന്നിവരാണ് ശേഷിക്കുന്ന 3 പേർ. ഇതാണ് BJPക്ക് തലവേദനയാവുക. ആദിവാസി കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി സോറൻ വോട്ട് പിടിച്ചെടുത്താൽ അദ്ദേഹത്തെ തഴയാൻ BJPക്ക് കഴിയില്ല. അങ്ങനെയെങ്കിൽ BJP വിയർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.